പക്ഷെ നിങ്ങൾക്ക് നല്ല ധൈര്യം കേട്ടോ ഓരോന്നും ചെയ്യാൻ ആട്ടെ ചാടുക ബാക്കി പോണ വഴിക്ക് ഫ്ലൈറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്ട്സ് സ്ക്വാഡിൽ നിങ്ങൾ വല്ലാതെ ഫോക്കസ് സൂപ്പർ പവർ ഞാൻ എന്താ അർജുന്റെ മെൻഡറ സോക്കോന്റെ. അപ്പൊ അർജുൻ പറഞ്ഞു ഷാനെ നീ ചെയ്യേണ്ട ഒരൊറ്റ സാധനമേ ഉള്ളൂ, യു ഫോക്കസ് ഓൺ വൺ സിംഗിൾ തിങ്. അത് തന്നെ ഈ സ്ക്വാഡ് എന്നുള്ള സിംഗിൾ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്ത് നമ്മൾ ചെയ്യണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഭയങ്കര ക്ലാരിറ്റി വരും തുടങ്ങി. അപ്പോൾ സ്ക്വാഡ് എടുക്കാൻ കാരണം നമ്മൾ 2-3 പ്രൊഡക്റ്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പം സ്ക്വാഡ് ആയിരുന്നു ഗിവിങ് അസ് മാക്സിമം ആ സെയിൽസ് കൂടാൻ തുടങ്ങിയത്. നമ്മൾ പ്രൈസിങ്ങിലാണ് കളിച്ചത്. എൻ്റെ അതിൽ നമ്മുടെ കയ്യിൽ പവർ കൂടുതലും പ്രൊഡക്റ്റ് നല്ലതും പ്രൈസിങ് കുറച്ചാലാണ് നമുക്കുള്ള പവർ ഉള്ളൂ. അല്ല നമുക്കിപ്പം 1000 രൂപ വെച്ചിട്ട് 800 രൂപയുടെ കോസ്റ്റ് മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ലല്ലോ. അത് വർക്ക് ആവില്ലെന്ന് അറിയത്തില്ല. പ്രൈസ് ആകുമ്പോൾ എന്തായാലും വർക്ക് ചെയ്യും, പ്രൊഡക്റ്റ് എല്ലാം റിപ്പീറ്റ് വരും. അപ്പം ആ പ്രൈസ് വെച്ചിട്ട് സ്ക്വാഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കാറ്റഗറി എക്സ്പ്ലോഡ് ചെയ്തു. ആ കാറ്റഗറി എനിക്കൊന്ന് നിങ്ങൾ മാത്രം ആ കാറ്റഗറി അധികം പ്ലേയേഴ്സ് ഇല്ലായിരുന്നല്ലോ തുടക്കത്തിൽ. ശരിക്കും ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, റിൻസ് എന്ന് പറഞ്ഞ പ്ലെയർ ആണ് ശരിക്കും ഇതിന്റെ ഒരു മാർക്കറ്റ് ലീഡർ. പിന്നെ ഡോക്ടർ വാഷിന്റെ സൺ പ്ലസ് എന്നൊരു ബ്രാൻഡ് ഉണ്ട്, അവരായിരുന്നു എൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിത് നല്ലോണം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവരുടെ സെക്കൻഡ് ബ്രാൻഡൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഇവര് മാത്രമല്ല ഇപ്പൊ ഏരിയലിന്റെ ഉണ്ട്, ടൈഡ് ഉണ്ട്, അവരൊക്കെ വന്നു. അവരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടുത്തെ മാർക്കറ്റിനെ ഒന്ന് കാറ്റഗറീനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നുകൊണ്ട് മറ്റുള്ളവരും ഉണ്ടായിരുന്നവരും എല്ലാവരും ഹൈപ്പർ കോമ്പറ്റീറ്റീവ് ആയി ഈ പ്രൈസ് പോയിന്റും വെച്ചതോടെ ആ മാർക്കറ്റിന്റെ കാറ്റഗറി എനിക്ക് തോന്നുന്നു MNCസിന് നല്ലോണം ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ചെയ്താൽ 1000-2000 ടണ്ണൊക്കെ ലിക്വിഡ് വിൽക്കുന്നുണ്ടെങ്കിൽ പൗഡറാണ് ഇപ്പോഴും മെജോറിറ്റി സെയിൽ അക്രോസ് സ്റ്റേറ്റ്. പക്ഷെ അത് പതുക്കെ ലിക്വിഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് പ്രൈസ് ലിക്വിഡും പൗഡറും ഒന്നായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എപ്പോഴും ലിക്വിഡില്ല താല്പര്യം. അപ്പൊ നമ്മളത് ലിക്വിഡിലേക്ക് ആ കാറ്റഗറീനെ കൺവേർട്ട് ചെയ്യുക. നമ്മൾ 1 ലിറ്റർ പൗച്ച് ഇറക്കി, നമ്മളെല്ലാം നമ്മുടെ കോമ്പറ്റീഷനൊക്കെ ഇറക്കി. പക്ഷെ എന്നാലും 5 ലിറ്ററിനാണ് ഈ കാറ്റഗറിയിൽ സെയിൽ കൂടുതൽ വരുന്നത്. എന്താണെന്നറിയില്ല, പ്രൈസ് സെയിം വെച്ച് കഴിഞ്ഞാൽ പോലും 5 ലിറ്ററിന് ഒരു കൺസ്യൂമർ സൈക്കോളജി ആയിരിക്കും. ബിഗർ തിങ് ഷുഡ് ബി ചീപ്പർ, ചീപ്പർ ബിഗർ തിങ് ഷുഡ് ബി പെർ യൂണിറ്റ് ചീപ്പർ എന്നുള്ള ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേത് ആക്ച്വലി ആ കോസ്റ്റ് കമ്പയറബിൾ ആക്കിയാൽ പോലും. അപ്പം നമ്മൾ 1 ലിറ്ററും ചെയ്യുന്നുണ്ട്, 5 ലിറ്ററും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇതുവരെ എനിക്കൊന്ന് വളരെ സക്സസ്ഫുള്ളി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്. കാരണം MNCs മൊത്തം പിന്നെ ഈ ഒരു സെഗ്മെന്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഷേക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ല, അവര് ഉണ്ടായിരുന്നു കാണാം. പക്ഷെ ഇത്രയും ഫോക്കസിലും ഇപ്പം പ്രൈസിലും കുറച്ച് ഫ്ലെക്സിബിലിറ്റിയിലും ഇപ്പം ഒരു മേജർ ബ്രാൻഡ് യൂണിലിവറിന്റെ ഒരു ബ്രാൻഡ് എല്ലായിടത്തും ഹോർഡിങ്സ് ഇട്ടിട്ട് റീസണബിൾ പ്രൈസിൽ ഇറക്കി തുടങ്ങി. 800 ml 89 rupees എന്ന് പറഞ്ഞവർ ഇറക്കി തുടങ്ങി. അപ്പം അതൊരു കോമ്പറ്റേറ്റീവ് റിയാക്ഷൻ ആണ്. നമ്മളതിന് ക്രെഡിറ്റ് എടുക്കുമല്ല, പക്ഷെ മാർക്കറ്റ് ഐ തിങ്ക് വിൽ എക്സ്പാൻഡ്. അത് കാരണം ആൻഡ് നമുക്ക് ഇത് വെച്ചിട്ട് ജോഗ്രഫിക്കൽ എക്സ്പാൻഷനും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ കോയമ്പത്തൂർ ലുലുവിലും ബാംഗ്ലൂർ ലുലുവിലും ലക്നൗ ലുലുവിലും ഹൈദരാബാദ് ലുലുവിലും ഉണ്ട്. പിന്നെ കോയമ്പത്തൂർ അല്ലാത്തൊരു പഴയ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സിലുണ്ട്. വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ക്വിക്ക് കോമേഴ്സും കൂടെ. അത് കിട്ടിയാൽ നമുക്ക് നാഷണൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും.